ഗൈസ്, അപ്പൊ നമ്മൾ പുതിയ വീഡിയോ വന്നിക്കണേ ഗൈസ്. അപ്പൊ ഒരു തന്ത്രിയുടെ കാര്യമാണ് പറയാനുള്ളത്. 16 വയസ്സായ ഒരു കുട്ടിനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ തന്ത്രി പറയുന്നുണ്ട് എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് തന്ത്രിന്റെ ആക്ഷൻ വീഡിയോയിലേക്ക് പോകാം. എന്താ ചോദിച്ചാൽ, ഇതേമാതിരി എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു നിലപാട്, അതേമാതിരി ഒരുപാട് കാര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ആണത്. ഒരു 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ്. അപ്പൊ എന്താ വെച്ചാല് 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം നമുക്ക് ഇയാളെ ആക്ഷൻ വീഡിയോയിലേക്ക് പോകാം. ഭയങ്കര ഓവർ ആക്ടിങ് ആണ് ആശാന്. കണ്ടോ. ഇപ്പൊ ആകാശത്ത് പോയി, കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് ഇരുമ്പൈക്കുള്ളിൽ ഇങ്ങനെ നിക്കാം. അപ്പൊ 1 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചു, 20 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചു എന്നൊക്കെയാണ് അയാളുടെ പ്രതികരണം എന്താണെന്ന്. അത് വേണം ഒന്ന് കേട്ടോക്കിയാൽ നമ്മള്. എന്താ വെച്ചാല് മൂപ്പരിക്കും ഉണ്ടാവൂലേ പറയാനുള്ളത്. അത് വേണം നമുക്കൊന്ന് കേട്ടോക്കാം. എന്താ വെച്ചാല് നമ്മൾ ഇതൊക്കെ ഇട്ടില്ല എന്ന് ആർക്കും പരാതി വേണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരി? ഇല്ല, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഉറപ്പല്ലേ? ഒരു 20 ലക്ഷം രൂപ എന്റെ അടുത്ത് ചോദിച്ചത് ഇവന്റെ യൂട്യൂബിനകത്ത് മുരാരി ജ്യോതിഷാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അവ അയാൾക്ക് അതാണ് പറയാനുള്ളത്. വെച്ചാല് 20 ലക്ഷം ഉറുപ്യ ഇവിടെ ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് അപ്പൊ തന്നെ എടുത്ത് യൂട്യൂബിൽ ഇട്ടു. മുപ്പര യൂട്യൂബിൽ ചെന്ന് നോക്കിയാൽ കാണാം എന്നൊക്കെയാണ് അയാൾ പറയണത്. പിന്നെന്താ വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതില് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കും. അതേമാതിരി നമ്മളെ ഇപ്പം പറയണ മാതിരി ഹരിയണ്ണനി പറയണ മാതിരി ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, സത്യത്തിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്ന് വെച്ചാല് ഇവർ ഓരോ കാര്യങ്ങൾ നടക്കും. നമ്മളെന്താട്ടും ഓരോ വീഡിയോസ് ആക്കി കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോ ഹരിയണ്ണൻ ചെയ്യണമാർക്ക് ഞമ്മക്കും ആയിക്കൂടെ. നിങ്ങളൊക്കെ പറയണ്ടല്ലോ, നീയും അതിനല്ലേ ചെയ്യണത്. പക്ഷെ ഞാനും അത് തന്നെയാണ് ചെയ്യണത്. ഞാനതിൽ എതിർപ്പൊന്നും കണ്ടില്ല. ഞാനിപ്പോ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, എന്നെ ഹരിയണ്ണം തോണ്ടി വണ്ടേ ഞാൻ ഓൻ്റെ അടുത്ത് എത്തും. അതായത് ഓന്റെ പൊസിഷനത്തിൽ ഓൻ്റെ ഒരു പകുതി ഭാഗത്തിലേക്ക് ഞാൻ എത്തും. അതായത് നമ്മളെ സീക്രട്ട് ഏജന്റിന്റെ പകുതി എങ്കിലും എത്തിയിട്ട് എനിക്ക് ഓനെ പ്രതിരോധിക്കണം. ഞാൻ ഓനെ പ്രതിരോധിക്കാൻ വന്നതാണ്. ഞാൻ ഓനൊരു പകുണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയാലോ. ഞാനിപ്പോ ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ എടുത്തിട്ട് ഓൻ ഇന്നോവേറ്റ് കാര്യമാക്കി 1 മില്യൺ അടിച്ച് വീഡിയോ. അതൊന്നും നമ്മൾ പരാതിയും അരി വേങ്ങാൻ പോയിട്ടൊന്നുമില്ല. നമുക്ക് അരി വേങ്ങാൻ നല്ല നയിച്ചിട്ടുണ്ട്. നമ്മൾ വിഷയമൊന്നുമില്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ട് വേണ്ട അരി വേങ്ങാൻ. പക്ഷേ നമുക്ക് നമ്മളെ ആൾക്കാരെ നിലത്തി പോകണല്ലോ. അപ്പൊ നമ്മൾ ഓരോ വീഡിയോ ചെയ്യും. പിന്നെ അത്രയ്ക്ക് കടിയിലെ ആൾക്കാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി, നോ പ്രോബ്ലം. സ്കിപ്പ് ചെയ്ത് പോവാ. എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിലും എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ ഇതിൽ വീഡിയോ കാണുന്നുണ്ട്. ഒരു കമന്റ് ഇടുന്നത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിച്ചോളൂ മക്കളെ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്പപ്പോ തുറന്ന് പറയും. കാണാൻ പറ്റില്ലെങ്കിൽ നേരെ സ്ക്രോൾ ചെയ്ത് പോവാ. ഓപ്ഷൻ ഉണ്ടല്ലോ, സ്ക്രോൾ ചെയ്ത് പോവാ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ കമന്റ് ഉണ്ട്. കമന്റ് നിങ്ങൾ ഇടുമ്പോൾ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഓൾറെഡി വായിക്കാൻ അറിയില്ല. ഞാൻ നേരെ നിശ്ചിത ഗൂഗിൾ പേയിൽ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയുന്നത്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പോവാണ്. എന്താ നമുക്ക് ആയിക്കൂടാ. നമ്മളാരും സന്തോഷ പണ്ഡിതത്തിന് ചൊറിയാൻ പോയാൽ മാറി നമ്മളാരും ചൊറിയാൻ പോണില്ലല്ലോ. ഞാൻ ആരും ചൊറിയാൻ പോണില്ല. ഞാൻ പറയണ എന്താ അറിയാം, ഒരാളെ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ള കുറ്റം പറയണ്ടല്ലോ പാടില്ല. ഞാൻ യൂണിവേഴ്സിറ്റി നടക്കുന്ന സംഭവമൊക്കെ ഇനി പറയാൻ പോവാം. നിങ്ങൾ എന്താ കരുതി കൂട്ടിക്കൊള്ളി. നിങ്ങൾ എന്താ ചെയ്യുക പറയണ്ടേ, നമ്മളെ കമന്റ് ബോക്സിൽ പറയണ്ടേ. എന്ത് പൈസ ഇജും ചെയ്യണം അങ്ങനെ, ഞാനും ചെയ്യണം അങ്ങനെ പറ്റില്ല. പോടാ, സ്ക്രോൾ ചെയ്ത് പോടാ, അത്രേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് പോവാ. അല്ലാതെ ഇതിൽ കിടന്ന് ഇങ്ങനെ പൈസ അങ്ങനെ ഫൈസൽ ഇങ്ങനെ ആട്ടി, ഫൈസൽ അതെട്ടി, ഫൈസൽ ഒന്നുകൊണ്ടും കാര്യമില്ല ഇങ്ങനെ. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. ഫൈസൽ ചുങ്കത്ര, ഗുഡ് ബൈ.